നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് പുതിയ അധ്യക്ഷരും ഉപാധ്യക്ഷരുമായി. LDFിലെ TM ശശി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ നിന്ന് വിജയിച്ച LDFിലെ മേരി തോമസ് ചുമതലയേറ്റു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ K സുരേഷും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ AP രാമദാസ് മാസ്റ്ററും ചുമതലയേറ്റു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അപ്രതീക്ഷിതമായി UDF. LDFിനും UDFിനും തുല്യ സീറ്റുള്ള പഞ്ചായത്തിൽ ഒരു LDF അംഗം UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് പ്രസിഡന്റ് സ്ഥാനം. SDPI പിന്തുണയോടെ കാൽനൂറ്റാണ്ട് LDF ഭരിച്ച ചോപ്പന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് ഭരണം. പെരുങ്ങോട്ടുകുറിശി പിടിച്ച ഇടതുപക്ഷം. നറുക്കെടുപ്പിൽ കോട്ടായിലും പറളിയിലും പ്രസിഡന്റ് സ്ഥാനം LDFിന്. മാത്തൂരിൽ ഭാഗ്യം തുണച്ചത് UDFിന്. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയായി തുടരുമെന്ന് തൃശൂർ കോർപ്പറേഷൻ UDF കൗൺസിലർ ലാലി ജെയിംസ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടെന്ന് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ നേതൃത്വത്തോടെ അഭ്യർത്ഥിക്കില്ലെന്നും ലാലി ജെയിംസ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സ്റ്റേഷനിലെത്തിയ എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 9 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ പോലീസും ഡാൻസ് സ്റ്റാഫ് സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ. പൗരാണിക ഘടനയിൽ നിന്നുകൊണ്ട് നൃത്തരൂപങ്ങൾ വർത്തമാനകാലത്തിൻ്റെ കഥ പറഞ്ഞാലും ആസ്വാദകർ സ്വീകരിക്കുമെന്ന് മോഹിനിയാട്ടം നർത്തകി P. സുകന്യ. പരിസ്ഥിതി ബോധമുണർത്തുന്നതിൽ കലയ്ക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് നർത്തകി അങ്കമാലി വിജയലക്ഷ്മി. പ്രതികരണങ്ങൾ പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. TM ശശി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TM ശശി പല്ലശ്ശന ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. ജില്ലാ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം CPMന് ഭരണം നഷ്ടപ്പെടാത്ത ജില്ലാ പഞ്ചായത്താണ് പാലക്കാട്. CPM 15, CPI 2, ജനതാദൾ S 2 ഉൾപ്പെടെ 19 സീറ്റാണ് ഇത്തവണ LDFിന് ലഭിച്ചത്. കഴിഞ്ഞ ഭരണസമിതിയിൽ 3 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന UDFിന് നിലവിൽ 12 അംഗങ്ങളുണ്ട്. കോൺഗ്രസിന് 8ഉം ലീഗിന് 4ഉം മെമ്പർമാരുണ്ട്. പല്ലശ്ശന ഡിവിഷനിൽ നിന്ന് വിജയിച്ച TM ശശി DYFI ജില്ലാ സെക്രട്ടറിയും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നെന്മാറ ഡിവിഷനിൽ നിന്ന് വിജയിച്ച KG എൽദോയാണ് UDFിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. എൽദോയ്ക്ക് 12 വോട്ട് ലഭിച്ചു. ജില്ലാ കളക്ടർ മാധവിക്കുട്ടി IAS ആയിരുന്നു വരണാധികാരി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ 12ാമത് പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ വിജയിച്ച LDFിലെ മേരി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. 30 അംഗങ്ങളിൽ 21 പേരുടെ പിന്തുണയോടെയാണ് മേരി തോമസിൻ്റെ വിജയം. ഫലപ്രഖ്യാപനത്തിന് ശേഷം വരണാധികാരിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ K സുരേഷിനെ തിരഞ്ഞെടുത്തു. പേരൂർ ഡിവിഷനിൽ നിന്നാണ് K സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി വിജയിച്ചത്. CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗവും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയുമാണ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട K സുരേഷ്. ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്നു. ജനങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ജനങ്ങളാണ് ശക്തിയെന്നും K സുരേഷ് പറഞ്ഞു. എല്ലാ നിലയിലുമുള്ള സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വികസന പരിപ്രേക്ഷ്യമാണ് പൊതുവെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിമിതി എന്താണ്, സാധ്യതകൾ എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കുകയും പരിമിതികളെ മറികടന്നുകൊണ്ട് സാധ്യതകളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. UDFിനു വേണ്ടി V. മുരളീധരൻ മത്സരിച്ചു. PV സുമയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. കൈലാട് ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. CPM ചെറുവത്തൂർ ബ്രാഞ്ച് അംഗവും മഹിളാ അസോസിയേഷൻ കൈലാട് വില്ലേജ് സെക്രട്ടറിയുമാണ്. UDFിനു വേണ്ടി രജിത നായർപറമ്പിലാണ് മത്സരിച്ചത്. ആകെ 17 ഡിവിഷനുകളുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 14, UDF 3 എന്നിങ്ങനെയാണ് കക്ഷിനില. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.
പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ AP രാമദാസ് മാസ്റ്റർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 16 സീറ്റിൽ 12 നേടി UDF ഭരണം നിലനിർത്തിയ ബ്ലോക്കിൽ കൊപ്പം ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയാണ് രാമദാസ് മാസ്റ്റർ. നേരത്തെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുണ്ട്. കൈപ്പറം ഡിവിഷനിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിലെ ഫൗസിയ സെയ്തലവിയാണ് വൈസ് പ്രസിഡന്റ്. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDFിലെ PP വിജയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റു സ്ഥാനാർത്ഥികളേക്കാൾ 11 വോട്ടുകൾ നേടിയാണ് PP വിജയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. LDF നേതാക്കൾ PP വിജയനെ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. എല്ലാ വിഭാഗക്കാരെയും ഒപ്പം നിർത്തി കൂടുതൽ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് PP വിജയൻ പറഞ്ഞു. രാവിലെ 10:30 റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാറിന്റെ സാന്നിധ്യത്തിൽ വോട്ടിംഗ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. LDFിലെ PP വിജയൻ, UDFിലെ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, STPIയിലെ ജുനൈദ് എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇതിൽ PP വിജയന് 11 വോട്ടുകളും UDFിന് 7 വോട്ടുകളും STPIക്ക് 5 വോട്ടുകളുമാണ് ലഭിച്ചത്. UDFിലെ ഒരു അംഗമായ റജില തറയിലിൻ്റെ വോട്ട് അസാധുവാകുകയായിരുന്നു. എന്നാൽ LDFിലെ PP വിജയന് 11 വോട്ടുകൾ ലഭിച്ചതിനേക്കാൾ 2-3 സ്ഥാനക്കാരുടെ വോട്ടുകൾ കൂട്ടിയപ്പോൾ 12 വോട്ടുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ 1-2 സ്ഥാനക്കാർ വീണ്ടും മത്സരിക്കുകയായിരുന്നു. ഈ വോട്ടിങ്ങിലും LDFിലെ PP വിജയനും UDFിലെ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്ററും മാത്രമാണ് മത്സരിച്ചത്. PP വിജയന് 11 വോട്ടുകൾ ലഭിച്ചപ്പോൾ UDFിലെ PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് 8 വോട്ടുകളും കിട്ടി. STPIയുടെ 5 അംഗങ്ങളുടെ വോട്ടുകൾ അസാധുവായി. അങ്ങനെ 11 വോട്ടുകൾ കരസ്ഥമാക്കി CPMലെ PP വിജയൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ കൃഷ്ണകുമാറിൻ്റെ സാന്നിധ്യത്തിൽ PP വിജയൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഹമ്മദ് മുഹസിൻ MLA, NP വിനയകുമാർ, TB ഗിരീഷ്, TP രജീഷ്, പ്രശാന്ത് തുടങ്ങിയ നേതാക്കളും സഹപ്രവർത്തകരും പ്രസിഡന്റിനെ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. തുടർന്ന് ടൗണിൽ ആഹ്ലാദ പ്രകടനവുമുണ്ടായി. എല്ലാ വിഭാഗക്കാരെയും ഒപ്പം നിർത്തിക്കൊണ്ട് പൂർത്തീകരിക്കാത്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും അതോടൊപ്പം കൂടുതൽ സമഗ്ര വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയുമാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് PP വിജയൻ പറഞ്ഞു. അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നാണ് നടപടി. അതിനോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ജലജീവൻ മിഷന്റെ പൈപ്പ് ഇടുന്നതിന് വേണ്ടി പൊളിച്ചിട്ട ഒരുപാട് റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകൾ. ആ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി പണി പൂർത്തീകരിക്കുക എന്ന 2 കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ 569 ആള് ലൈഫിൽ ഇവിടെ എഗ്രിമെന്റ് വെച്ച ആളുകളുണ്ട്. പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ പകുതിയായാലും അതും ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കും. അതിനോടൊപ്പം തന്നെ മനസ്സോടിച്ചിരി മണ്ണ് എന്ന ഒരു സംവിധാനത്തിൻ്റെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭൂരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഓങ്ങല്ലൂരിലെ ഒരു അംസ എന്ന് പറയുന്ന ഒരു ആൾ സ്ഥലം നമ്മൾ തന്നിട്ടുണ്ട്. അവിടെ ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി CPIയിലെ പ്രിയ പ്രശാന്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. 11 വോട്ടുകൾ നേടിയാണ് LDFിലെ പ്രിയ പ്രശാന്തിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. UDFിലെ സൽമത്തിന് ലഭിച്ച 8 വോട്ടുകളേക്കാൾ 11 വോട്ടുകൾ നേടിയാണ് പ്രിയ പ്രശാന്ത് വിജയിച്ചത്. ആദ്യഘട്ടത്തിൽ മത്സരിച്ച STPയിലെ അനില അശോകന് 5 വോട്ടുകൾ ലഭിച്ചിരുന്നു. പ്രസിഡന്റ് PP വിജയൻ സത്യപ്രതിജ്ഞ ചൊല്ലി നൽകി. വൈസ് പ്രസിഡന്റ് ആയി പ്രിയ പ്രശാന്ത് അധികാരമേറ്റു. തുടർന്ന് നേതാക്കളുടെ ഹാരാർപ്പണവും അതിനുശേഷം ടൗണിൽ ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. കോട്ടായിൽ ഭാഗ്യം LDFിന് ഒപ്പം തന്നെ. 45 വർഷക്കാലം LDF ഭരണം നിലനിന്നിരുന്ന പഞ്ചായത്തിൽ ഇത്തവണ തുല്യ സീറ്റുകൾ ഇരു മുന്നണികളും നേടിയിരുന്നെങ്കിലും നറുക്കെടുപ്പിലൂടെ ഭാഗ്യം LDFിനെ തുണയ്ക്കുകയായിരുന്നു. LDF സീറ്റിൽ 3-ാം വാർഡിൽ നിന്നും വിജയിച്ച സുദേഷ്ണയാണ് ഇത്തവണ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കോട്ടായിൽ പഞ്ചായത്ത് ഭരണം ദൈവം തന്നാലും ശരിയം തിന്നാൻ അനുവദിക്കില്ല എന്ന ചൊല്ലുപോലെയായി. ചരിത്രത്തിലാദ്യമായി കോൺഗ്രസും CPMും ഒപ്പത്തിനൊപ്പം എത്തിയെങ്കിലും നറുക്കെടുപ്പിലൂടെ ഭരണം വീണ്ടും CPMന് ലഭിച്ചതാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. 45 വർഷമായി CPM ഭരിക്കുന്ന കോട്ടായി പഞ്ചായത്തിൽ ആദ്യമായാണ് CPMനെ ഞെട്ടിച്ച് കോൺഗ്രസ് ഒപ്പമെത്തിയത്. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ 6 കോൺഗ്രസും 6 CPM, 4 BJP എന്ന ക്രമത്തിലാണ് സീറ്റുകൾ. CPMന് ലഭിച്ച സീറ്റിൽ ഒരു വാർഡിൽ 400 വോട്ട് വീതം നേടിയപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് CPMന് ലഭിച്ചത്. മറിച്ചായിരുന്നെങ്കിൽ 7 സീറ്റ് നേടി കോൺഗ്രസ് ഭരണത്തിലെത്തുമായിരുന്നു. 2 നറുക്കെടുപ്പിലും കോൺഗ്രസിനെ ഭാഗ്യം കൈവിട്ടതിൽ പ്രവർത്തകർക്കിടയിൽ നിരാശയായിട്ടുണ്ട്. പക്ഷേ ഇത്രകാലം ഭരണം നടത്തിയതുപോലെ CPMന്റെ ഏകാധിപത്യം ഇനി നടക്കില്ലെന്ന ആശ്വാസവും ഇവർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. നറുക്കെടുപ്പിലൂടെ കോട്ടായിക്കൊപ്പം പറളിയും LDFിന്. മാത്തൂരിൽ ഭാഗ്യം തുണച്ചത് UDFിന്.
മാത്തൂരിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന നറുക്കെടുപ്പിൽ മാത്തൂരിൽ UDF-നെയും പറളിയിൽ LDF-നെയും ഭാഗ്യം തുണച്ചു. 18 വാർഡുകളുള്ള മാത്തൂർ പഞ്ചായത്തിൽ നിലവിലെ ഭരണകക്ഷിയായ UDF-നും LDF-നും 8 സീറ്റുകൾ വീതം നേടി തുല്യതയിലെത്തി. BJP 2 സീറ്റുകൾ നേടി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കിട്ടപ്പോൾ ഭാഗ്യം തുണച്ചത് UDF-നെ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും 15-ാം വാർഡ് അംഗവുമായ PV അബ്ദുൽ ഖാദർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 21 വാർഡുകളുള്ള പറളിയിൽ നിലവിലെ ഭരണകക്ഷിയായ CPM-നും BJP-ക്കും 8 വീതം സീറ്റുകളാണുള്ളത്. കോൺഗ്രസിന് 5 സീറ്റുകളുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന വോട്ടെടുപ്പിൽ CPM-ഉം BJP-യും 8 വീതം വോട്ടുകൾ നേടി ഒപ്പത്തിനൊപ്പമായപ്പോൾ നറുക്കെടുപ്പിൽ CPM-നെ ഭാഗ്യം തുണച്ചു. CPM-കാരിയും 20-ാം വാർഡ് അംഗവുമായ KP ഉഷാകുമാരിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 5 സീറ്റുകൾ നേടിയ കോൺഗ്രസും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ LDF-ലെ പുതിയ പ്രസിഡന്റായി സ്മിത രവിയും വൈസ് പ്രസിഡന്റായി PK ലത്തീഫും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തുടർന്ന് ആഹ്ലാദ പ്രകടനവും ഉണ്ടായിരുന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിനെ ഇനി സ്മിത ഹരിയും PK ലത്തീഫും നയിക്കും. 14 വോട്ടുകൾ കരസ്ഥമാക്കി LDF-ലെ സ്മിത ഹരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDF-ന് 3-ഉം NDA-ക്ക് 1-ഉം വോട്ടുകൾ ലഭിച്ചു. വരണാധികാരി സത്യപ്രതിജ്ഞ ചൊല്ലി നൽകി സ്മിത ഹരി പ്രസിഡന്റായി അധികാരമേറ്റു. ഉച്ചയ്ക്ക് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ PK ലത്തീഫും തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാരും അണികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ K ശ്രീജയെ തെരഞ്ഞെടുത്തു. 14 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് ശ്രീജ അധ്യക്ഷയായത്. ത്രാങ്ങാലി 15-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീജ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ്. BJP-യിലെ K ആശാദേവിയായിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീജയുടെ എതിർ സ്ഥാനാർത്ഥി. ശ്രീജ 14 വോട്ടുകളും ആശാദേവി 6 വോട്ടും നേടി. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റായി ശ്രീജ സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ലക്കിടിപ്പേരൂരിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PK ചിത്ര പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. PK ചിത്രയ്ക്ക് 15 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി BJP-യിലെ രമ്യ കൃഷ്ണന് 3 വോട്ടുകളാണ് ലഭിച്ചത്. ചിത്ര PK എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ലക്കിടിപ്പേരൂരിൽ അകലൂർ ഈസ്റ്റ് വാർഡിൽ നിന്ന് LDF സ്വതന്ത്രയായി വിജയിച്ച PK ചിത്ര പഞ്ചായത്ത് പ്രസിഡന്റായി. LDF-ന് 15 വോട്ടുകൾ ലഭിച്ചു. BJP-യിലെ രമ്യകൃഷ്ണന് 3 വോട്ടാണ് ലഭിച്ചത്. UDF-ലെ ലീഗ് അംഗം വൈകിയെത്തിയതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഒരു ലീഗ് അംഗവും സ്വതന്ത്രനായി വിജയിച്ച UP രവിയും വോട്ട് രേഖപ്പെടുത്തിയില്ല. S അജയ്കുമാർ, S ശിവരാമൻ, LC സെക്രട്ടറിമാരായ ഷിബു, സുരേഷ് എന്നിവരും LDF വിജയികളെ അനുമോദിക്കാനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി CPM അംഗം ഉഷ ഉദയകുമാറിനെ തെരഞ്ഞെടുത്തു. 9 വോട്ട് നേടിയാണ് ഉഷ ഉദയകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF അംഗം നഫീസ ടീച്ചർക്ക് 7 വോട്ടുകൾ ലഭിച്ചു. P വിനോദാണ് ഉഷ ഉദയകുമാറിനെ നാമനിർദ്ദേശം ചെയ്തത്. മുൻ പ്രസിഡന്റ് P ചന്ദ്രൻ പിന്താങ്ങി. UDF അംഗം നഫീസ ടീച്ചറായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. ഇബ്രാഹിം മേനകം നിർദ്ദേശിച്ച് റഹമത്ത് ബീബി ഇവരെ പിന്താങ്ങി. തെരഞ്ഞെടുപ്പിൽ ഉഷ ഉദയകുമാറിന് 9 വോട്ടുകളും നഫീസ ടീച്ചർക്ക് 7 വോട്ടും ലഭിച്ചു. ഒരു സീറ്റുള്ള BJP അംഗം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തെങ്കിലും വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട CPM അംഗം ഉഷ ഉദയകുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ഉഷ ഉദയകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 2-ാം വാർഡ് ഗണപതിപ്പാറ വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ഉഷ ഉദയകുമാർ മുൻ CDS ചെയർപേഴ്സൺ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര പഞ്ചായത്തിനെ KA വിനിത നയിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെയാണ് വിനിത തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ LDF-ന് വൻ ഭൂരിപക്ഷമാണ്. ആകെ 15 സീറ്റിൽ 11 സീറ്റും LDF നേടിയിരുന്നു. വിനീത KA എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും
എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ആകെ 15 അംഗങ്ങളിൽ 11 പേർ LDF അംഗങ്ങളാണ്. UDF 2ഉം BJPക്കും 2 അംഗങ്ങളാണ്. ഇവിടെ മത്സരമുണ്ടായില്ല. 6ാം വാർഡിൽ നിന്നും 161 വോട്ട് ഭൂരിപക്ഷം നേടിയാണ് വിനീത വിജയം നേടിയത്. KSKTU ഏരിയ കൺവീനർ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം, ലോക്കൽ കമ്മിറ്റി അംഗം, കുടുംബശ്രീ മുൻ ചെയർപേഴ്സൺ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഭർത്താവ് രാമൻ ചുമട്ടുതൊഴിലാളിയാണ്. മക്കൾ വിസ്മയ, വിഷ്ണു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ CPMലെ K രാധാകൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. 17 വോട്ടുകൾ നേടിയാണ് വിജയം. കണ്ണമംഗലത്ത് നിന്നും വിജയിച്ച രാധാകൃഷ്ണൻ CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗമാണ്. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗികങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അമ്പലപ്പാറയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണന് 17 വോട്ടും BJP സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുമാണ് ലഭിച്ചത്. കണ്ണമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച് പഞ്ചായത്ത് അംഗമായ രാധാകൃഷ്ണൻ CPM ഏരിയ കമ്മിറ്റി അംഗമാണ്. മുരുക്കുംപറ്റ വാർഡിൽ നിന്നുള്ള പ്രതിനിധി KT ഷമീറാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാധാകൃഷ്ണനെ നാമനിർദ്ദേശം ചെയ്തത്. കള്ളിക്കുന്ന് വാർഡിൽ നിന്നുള്ള അംഗം E രമേഷ് പിന്താങ്ങി. BJPയുടെ K സുകുമാരനെ മേലൂർ വാർഡിൽ നിന്നുള്ള G പ്രേമാനന്ദ് നിർദ്ദേശിച്ചു. കഴിഞ്ഞ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു രാധാകൃഷ്ണൻ. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം CPMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് മുന്നിൽ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ TR ശശി തെരഞ്ഞെടുക്കപ്പെട്ടു. LDF സ്ഥാനാർത്ഥിയായിരുന്ന TR ശശിക്ക് 7 വോട്ടും UDF സ്ഥാനാർത്ഥി ഹുസൈൻ ഷഫീഖിന് 5 വോട്ടും ലഭിച്ചു. യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. BJPയിലെ 2 അംഗങ്ങൾ വിട്ടുനിന്നു. UDFലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ധന്യ കൃഷ്ണദാസിന്റെ വോട്ട് അസാധുവായി. CPM മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് TR ശശി. വരണാധികാരി മധുസൂദനൻ പുതിയ പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി പ്രസിഡന്റിനെ സ്വീകരിച്ചു. പറയങ്കാട് 6ാം വാർഡിൽ നിന്നും 29 വോട്ടിനാണ് TR ശശി വിജയിച്ചത്. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ പ്രസിഡന്റിനെ ഹാരാർപ്പണം നടത്തി. മുൻ ലോക്കൽ സെക്രട്ടറി, മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഭാര്യ സ്മിത നഗരിപ്പുറം സഹകരണ ബാങ്ക് ജീവനക്കാരിയാണ്. മകൻ അഭിറാം ബിരുദ വിദ്യാർത്ഥിയാണ്. 5 വർഷം ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്നും പ്രധാന പ്രശ്നമായ കുടിവെള്ളത്തിന് മുൻഗണന നൽകുമെന്നും പുതിയ പ്രസിഡന്റ് അഭിമുഖത്തിൽ പറഞ്ഞു. മനുഷ്യന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ് കുടിവെള്ളം. കുടിവെള്ളം ജനജീവന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതിൽ 90% വീടുകളിൽ കണക്ഷനായി. ഇനി ഒരു 10% കൂടി കണക്ഷൻ കൊടുക്കാനുണ്ട്. അതിന് ഒന്നാമത്തെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഈ കുന്നൂർ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജനജീവന്റെ കുടിവെള്ള പദ്ധതി എത്തിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ ഒന്നാമത്തെ പരിഗണന കൊടുക്കുമെന്നാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് എനിക്ക് ആദ്യമായി ഈ മണ്ണൂരിലെ ജനങ്ങളോട് പറയാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ ഫെബിൻ റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. മുൻ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു ഫെബിൻ റഹ്മാൻ. ആകെ 14 സീറ്റുള്ള കേരളശ്ശേരിയിൽ 12 സീറ്റിലും LDF വിജയിച്ചിരുന്നു. യഥാർത്ഥമായ വിശ്വാസവും ഊറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഫെബിൻ റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. തലക്കശ്ശേരി 12ാം വാർഡിൽ നിന്നും 59 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷനായിരുന്നു. DYFI മേഖലാ ട്രഷറർ, ബ്രാഞ്ച് സെക്രട്ടറി, LC അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. 29-കാരനായ ഫെബിൻ റഹ്മാൻ DYFI മേഖലാ ട്രഷറർ, ബ്രാഞ്ച് സെക്രട്ടറി, LC അംഗം
എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആകെ 14 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 12 അംഗങ്ങൾ CPM-ൻ്റേതാണ്. BJP-ക്ക് 2 അംഗങ്ങളും ഇവിടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അട്ടിമറി ജയം നേടി UDF. LDF-നും UDF-നും തുല്യ സീറ്റുള്ള പഞ്ചായത്തിൽ LDF-ലെ ഒരംഗം UDF-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയതോടെ UDF-ലെ T. ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട T. ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 24 സീറ്റുകൾ UDF-ഉം LDF-ഉം തുല്യ സീറ്റുകൾ നേടിയതിലൂടെ ഭരണപ്രതിസന്ധിയായിരുന്നു ഇവിടെ. തുടർന്ന് 27 നടന്ന തെരഞ്ഞെടുപ്പിൽ 20-ാം വാർഡിൽ നിന്നും വിജയിച്ച T. ഗോപാലകൃഷ്ണൻ UDF സ്ഥാനാർത്ഥിയായും CPM സ്ഥാനാർത്ഥിയായി നന്ദകുമാറുമായിരുന്നു മത്സരരംഗത്ത്. ഫലം പുറത്തു വന്നതോടെ 13 വോട്ടുകൾ T. ഗോപാലകൃഷ്ണന് ലഭിച്ചു. LDF-ലെ ഒരു അംഗം കൂറുമാറി വോട്ട് ചെയ്തതോടെ T. ഗോപാലകൃഷ്ണൻ ചേലക്കരയുടെ പ്രസിഡന്റായി. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച നന്ദകുമാറിന് 11 വോട്ടുകളും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി BJP-ക്ക് പ്രസിഡന്റ് സ്ഥാനം. 5-ാം വാർഡിൽ നിന്നും വിജയിച്ച ബിന്ദു പ്രസിഡന്റായി അധികാരമേറ്റു. ബിന്ദു PA എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയെയും വിശ്വാസത്തോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. BJP-ക്ക് 10 സീറ്റ് ലഭിച്ച അകത്തേത്തറ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദുവാണ് പ്രസിഡന്റായി അധികാരമേറ്റത്. അകത്തേത്തറ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് BJP അധികാരത്തിലെത്തുന്നത്. BJP 10, LDF 8, UDF 1 എന്നിങ്ങനെയാണ് കക്ഷിനില. CPM-ൻ്റെ ശക്തി കേന്ദ്രമായ മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. ഈ പഞ്ചായത്തിൽ BJP അധികാരത്തിലെത്തിയത് പാർട്ടി കേന്ദ്രങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയിരുന്നു. ജില്ലയിൽ UDF മുന്നേറ്റമുണ്ടാക്കിയപ്പോഴും അകത്തേത്തറ പഞ്ചായത്തിൽ UDF-ന് ലഭിച്ചത് ഒരു സീറ്റ് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പെരുങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇടത് പ്രസിഡന്റ് AV ഗോപിനാഥ് പരാജയപ്പെട്ടതോടെ AV ഗോപിനാഥ് ഇല്ലാതെ ആദ്യ ഭരണസമിതിയും പെരുങ്ങോട്ടുകുറിശിയായി മാറി. LDF-ലെ MP പ്രമോദ് 7-നെതിരെ 9 വോട്ടുകൾ നേടിയാണ് ഇവിടെ പ്രസിഡന്റായത്. പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായി 50 വർഷത്തിനിടയിൽ ഇടതു പ്രസിഡന്റ്, അതും AV ഗോപിനാഥ് ഇല്ലാത്ത ആദ്യത്തെ ഭരണസമിതി. കോൺഗ്രസ് വിട്ട് ഇടതു ചേരിയിലെടുത്ത് സ്വതന്ത്രമായി പാർട്ടി രൂപീകരിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുൻ MLA-യും മുൻ DCC പ്രസിഡന്റുമായ AV ഗോപിനാഥിന് കാര്യമായ നേട്ടങ്ങളുണ്ടാക്കാനാവാത്തതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഗോപിനാഥ് രൂപീകരിച്ച IDF സ്വതന്ത്ര വികസന മുന്നണി LDF-മായി ചേർന്ന് സീറ്റ് പങ്കിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 18 വാർഡുകളുള്ളതിൽ 11 വാർഡുകളിൽ IDF-ഉം 7 സീറ്റിൽ CPM-ഉമാണ് മത്സരിച്ചത്. പക്ഷേ 11 സീറ്റിൽ മത്സരിച്ച ഗോപിനാഥിൻ്റെ പാർട്ടിക്ക് വെറും 3 സീറ്റേ ലഭിക്കാനായുള്ളൂ. എന്നാൽ 7 സീറ്റിൽ മത്സരിച്ച CPM 5 സീറ്റിലും വിജയിച്ച് നേട്ടമുണ്ടാക്കി. ഗോപിനാഥ് ഉൾപ്പെടെ പ്രഗത്ഭർ പരാജയപ്പെടുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസ് 7 സീറ്റ് നേടി. CPM-ൽ നിന്നും അകന്ന് സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ച 8-ാം വാർഡ് അംഗം ഗ്രീഷ്മ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-നെ പിന്തുണച്ചതിലാണ് LDF-ന് ഭരണം പിടിക്കാനായത്. ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ 16-ാം വാർഡ് അംഗവും CPM-കാരനുമായ AP പ്രമോദ് 7-നെതിരെ 9 വോട്ടുകൾ നേടി പ്രസിഡന്റായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. SDPI പിന്തുണയിൽ കുന്നംകുളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ. UDF-ലെ AM നിതീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF-ന് 5 സീറ്റും LDF-ന് 6 സീറ്റും SDPIക്ക് 2 സീറ്റും BJP-ക്ക് 1 സീറ്റുമാണ് ലഭിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJP വോട്ട് രേഖപ്പെടുത്താതെ വിട്ടുനിന്നു. SDPI മെമ്പർമാരായ ഷാമില കബീർ, ഷഹീദ് എന്നിവർ UDF-ന് വോട്ട് ചെയ്തു.
ഇതോടെയാണ് UDF അധികാരത്തിലെത്തിയത്. കഴിഞ്ഞ 25 വർഷത്തോളമായി LDF ആണ് ചൊവ്വന്നൂർ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. SDPI പിന്തുണയോടെ UDFിലെ AM നിതീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയികളായ ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ആദരിച്ചു. മങ്കരയിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉദ്ഘാടനം. ഇവിടെ നല്ല വളർത്തുള്ള ബ്ലോക്കാണ്. പല ഘട്ടത്തിലും പറളി ഭരിച്ചിട്ടുണ്ട്, മണ്ണൂർ ഭരിച്ചിട്ടുണ്ട്, കേരളശ്ശേരി ഭരിച്ചിട്ടുണ്ട്. മങ്കരത്തിന്റെ സ്ഥിരം കോൺഗ്രസ് കോട്ടയാണ്. നിങ്ങൾ പ്രാരിയിൽ പോലെ ഐസ് പോലെ ആക്കരുത്. മങ്കര എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ്. എപ്പോഴല്ല സുദ്ര മത്സരിക്കുമ്പോൾ BJP മത്സരിക്കുമ്പോൾ എന്നെങ്കിലും 5 വോട്ട് കിട്ടുന്ന ലീഡ് കിട്ടുന്ന ഒരു പഞ്ചായത്ത് മങ്കരയാണ്. പക്ഷെ എവിടെയോ ഒരു പാടിച്ചു വരുന്നത് ഭരണം കിട്ടുമ്പോഴാണ് പാടിച്ചത് തോന്നുന്നത്. അതില്ലെങ്കിൽ നല്ല ഭൂരിപക്ഷം വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C. വിനയൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കവിതാ മണികണ്ഠൻ, മങ്കര മണ്ഡലം പ്രസിഡന്റ് N. അച്യുതൻകുട്ടി, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അബ്ദുൾ സത്താർ എന്നിവർ സംസാരിച്ചു. N. അച്യുതൻകുട്ടി സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി ഷംസുദ്ദീൻ മങ്കര നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര രാധാകൃഷ്ണൻ, മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VR രമേശ്, KC സന്തോഷ്, പറളി പഞ്ചായത്ത് അംഗങ്ങളായ ഗുരുവായൂരപ്പൻ, ഹക്കീം, ആനന്ദ്, രമ്യ, സുകുമാരൻ, മണ്ണൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ ഷഫീഖ്, നൂർജഹാൻ, നസീമ റിയാസ് എന്നിവരെയാണ് DCC പ്രസിഡന്റ് തങ്കപ്പൻ ഉപഹാരം നൽകി ആദരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയായി തുടരുമെന്ന് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ലാലി ജെയിംസ്. പണം നൽകാത്തതിനാൽ മേയർ പദവി നിഷേധിച്ചെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും പാർട്ടിയിൽ തിരിച്ചെടുക്കാൻ ആരെയും സമീപിക്കില്ലെന്നും ലാലി ജെയിംസ് പറഞ്ഞു. നടപടിയെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ലാലി ജെയിംസ് പ്രതികരിച്ചു. സസ്പെൻഡ് ചെയ്താലും താൻ കോൺഗ്രസുകാരിയായി തുടരും. തിരിച്ചെടുക്കുമെന്നാണ് പ്രതീക്ഷ. തിരിച്ചെടുത്തില്ലെങ്കിലും മരണം വരെ കോൺഗ്രസുകാരിയായി തുടരും. ഇതിന് അംഗത്വം പോലും ആവശ്യമില്ല. CPMലേക്കോ BJPയിലേക്കോ ഇല്ല. നടപടി DCC പ്രസിഡന്റിന്റെ പക്വതയില്ലായ്മയാണെന്നും ലാലി ജെയിംസ് പറഞ്ഞു. കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയാണ് നടപടി സ്വീകരിച്ചത്. AICCയെയോ KPCCയെയോ സമീപിക്കില്ല. 2 ഘടകങ്ങളും അവർക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ സമീപിച്ചിട്ട് കാര്യമില്ല. താൻ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും പണം നൽകിയെന്നത് പലരും 2 ദിവസം മുമ്പ് പറഞ്ഞതാണെന്നും ലാലി ജെയിംസ് പറഞ്ഞു. പണം നൽകിയതിനാൽ മേയർ പദവി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പലരും പറഞ്ഞു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ കയ്യിൽ പണമില്ലാത്തതിനാൽ പാർട്ടി ഫണ്ട് നൽകാനായില്ല. പാർട്ടി ഫണ്ട് നിജി ജസ്റ്റിൻ നൽകിയിട്ടുണ്ടാകും. തൻ്റെ പ്രതികരണം വൈകാരികമാണ് എന്ന് നേതൃത്വം വിലയിരുത്തിയില്ലെന്നും ലാലി ജെയിംസ് കൂട്ടിച്ചേർത്തു. അത് ആ സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ എന്തിന് സസ്പെൻഡ് ചെയ്തെന്ന് ചോദിക്കാനൊന്നും ഞാനില്ല. അത് പാർട്ടിയുടെ അവകാശമാണ്. സസ്പെൻഡ് ചെയ്യാം, തിരിച്ചെടുക്കാം ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കാൻ ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല. ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരണം വരെ, മരിക്കും വരെ, എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 9.1 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. സ്റ്റേഷനിലെത്തിയ എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പരിശോധനയ്ക്കിടെ പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായാണ് കഞ്ചാവ് പിടികൂടിയത്. ശനിയാഴ്ച രാവിലെ 11:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ചെന്നൈ മംഗലാപുരം എഗ്മോർ എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവാണ് പരിശോധനയ്ക്കിടെ പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസിനും RPFനും ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ബാഗിൽ പൊതികളാക്കി സൂക്ഷിച്ചിരുന്ന 9.1 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസും RPF ഡാൻസ് ഓഫ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. കഞ്ചാവ് പിടികൂടിയുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാനായില്ല. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഇന്ന് നമ്മുടെ ഷൊർണൂർ റെയിൽവേ പോലീസും പാലക്കാട് റെയിൽവേ പോലീസിന്റെ ഡാൻസ് ടീമും RPFന്റെ CIB ടീമും ഇന്റലിജൻസ് വിഭാഗം കൂടി ചേർന്ന് സംയുക്തമായി പരിശോധന നടത്തിയില്ലേ. ഇന്ന് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോയിട്ടില്ല. എഗ്മോർ വണ്ടിയിൽ നിന്ന് 9 കിലോ 160 ഗ്രാമോളം സ്വർണം
കഞ്ചാവ് നമ്മളെ പിടിച്ചെടുക്കുന്നു. പ്രതിക്കായുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും. വരുന്ന ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാവും. ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും ഭാഗമായിട്ടുള്ള ലഹരി കടത്ത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പൗരാണിക ഘടനയിൽ നിന്നും നൃത്തരൂപങ്ങൾ കാലത്തിൻ്റെ കഥ പറഞ്ഞാലും ആസ്വാദകർ സ്വീകരിക്കുമെന്ന് പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി പി സുകന്യ. സ്നേഹാധിപത്യ ചിന്തയിൽ നിന്നാണ് രാജശ്രീയുടെ കല്യാണിയും ദാക്ഷായണിയും എന്ന നോവൽ മോഹിനിയാട്ടമാക്കിയതെന്നും പാലക്കാട് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ ആർട്ടിസ്റ്റിൽ സുകന്യ പറഞ്ഞു. സ്വാതന്ത്ര്യമില്ലായ്മയിൽ നിന്നും സ്വാതന്ത്ര്യ ലോകത്തേക്കെത്തുന്ന ഭാഷായിണിയും കല്യാണിയും സ്ത്രീപക്ഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമാണ്. നോവലിൻ്റെ അന്തസത്ത നഷ്ടമാവാതിരിക്കാൻ വാച്യപ്രസക്തിക്കായി ചാക്യാർ കൂടി അരങ്ങിലെത്തും. സോപാന ശൈലിയിൽ തന്നെ ചിട്ടപ്പെടുത്തിയ മോഹിനിയാട്ടത്തിൽ കല്യാണിയും ദാക്ഷായണിയും 4 ഭാഗങ്ങളായി അരങ്ങിലെത്തുമെന്നും സുകന്യ പറഞ്ഞു. ആ നോവലിനെ ഒരു മോഹിനിയാട്ട രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് പ്രയാസങ്ങൾ ഏറെയായിരുന്നു. ഈ 2 കഥാപാത്രങ്ങൾ, മെയിനായിട്ടുള്ള കല്യാണി ദാക്ഷായണി എന്നുള്ള ഈ മെയിനായിട്ടുള്ള 2 കഥാപാത്രങ്ങളിലും കൂടെ ഉള്ള ആ നോവൽ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു സഞ്ചാരമാണ് ശരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചില കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഈ കല്യാണി ദാക്ഷായണിയുടെ ജീവിത കഥയിലൂടെ നോവലിൻ്റെ അന്തസത്ത വിടാതെ ഞങ്ങൾ സൂക്ഷിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കല്യാണിയായി സുകന്യയും ദാക്ഷായണിയായി ദേവിക എസ് നായരും വേദിയിലെത്തും. മനുഷ്യർ പഞ്ചഭൂതങ്ങളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയാണ് നൃത്ത ഫ്യൂഷനിലൂടെ അവതരിപ്പിക്കുന്നതെന്ന് നർത്തകി അങ്കമാലി വിജയലക്ഷ്മി പറഞ്ഞു. പ്രളയം പോലുള്ള ദുരന്തമുണ്ടാകുന്നത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. കലയ്ക്കും ഇത് ബാധകമാണെന്നും വിജയലക്ഷ്മി പറഞ്ഞു. കഥക് നർത്തകി ദീപ്തി മുക്തയും മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോലീസുകാരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണ സംഘങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് കെ പ്രേംകുമാർ MLA. പാലക്കാട് ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എംപ്ലോയീസ് സഹകരണ സംഘം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ജീവിത ചെലവ് കുറയ്ക്കാൻ സഹകരണ സംഘങ്ങൾ ഏറെ ഉപകാരപ്രദമാണ്. പോലീസ് സേനയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ മറ്റ് സർക്കാരുകളെ അപേക്ഷിച്ച് ഇടത് സർക്കാർ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും കെ പ്രേംകുമാർ MLA പറഞ്ഞു. എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് M ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. SP അജിത് കുമാർ, ASP രാജേഷ് കുമാർ, DYSPമാരായ ഷംസുദ്ദീൻ, മണികണ്ഠൻ, മനോജ് കുമാർ, വിജയകുമാർ, പോലീസ് സംഘടനാ ഭാരവാഹികളായ മണികണ്ഠൻ, സുനിൽ, സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മുഹമ്മദ് മുഹസിൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 1 ക്യാമ്പ് സമാപിക്കും. പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിനാണ് വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ചത്. ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. സ്കൂൾ HM ഗീത, PP വിജയൻ, PK പ്രസന്ന, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 50 കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. തുടർന്ന് ആദ്യ ദിനത്തിൽ വിവിധ സെക്ഷനുകളായി ക്ലാസുകളും ക്യാമ്പ് അവലോകനവും നടന്നു. ജനുവരി 1 സപ്തദിന ക്യാമ്പ് സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്തിരിപ്പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS സപ്തദിന സഹവാസ ക്യാമ്പ് മണ്ണൂർ MCBUP സ്കൂളിൽ തുടക്കം കുറിച്ചു. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ഹുസൈൻ ഷഫീഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ N രാജേഷ് ക്യാമ്പ് സന്ദേശം നൽകി. പ്രോഗ്രാം ഓഫീസർ PS അനില പദ്ധതി വിശദീകരിച്ചു. PTA പ്രസിഡന്റ് P ബാബു, പത്തിരിപ്പാല ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ, MPTA പ്രസിഡന്റ് CB കാവ്യ, PTA വൈസ് പ്രസിഡന്റ് K നിഷ, പ്രിൻസിപ്പൽ KR കർപ്പകം, സ്കൂൾ പ്രധാനാധ്യാപിക L സവിത, സ്റ്റാഫ് സെക്രട്ടറി M രതീഷ്, R അജിത, G ഷിബു നായർ, സാഹിത്യകാരൻ മുരളി മണ്ണൂർ, PS അഭിനവ് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ KR കർപ്പകം സ്വാഗതവും വോളണ്ടിയർ ലീഡർ KR അശ്വയിക നന്ദിയും പറഞ്ഞു. ലഹരിക്കെതിരെ വിളംബര ജാഥ, ലഹരി വിരുദ്ധ കമ്മ്യൂണിറ്റി കാൻവാസിംഗ്, ഉൽപ്പന്ന നിർമ്മാണം, പരിസ്ഥിതി സംരക്ഷണം, കരുതൽ കവചം, വിത്തും കൈക്കൂട്ടും, എയ്ഡ്സ് ബോധവൽക്കരണം, മ്യൂസിക് തെറാപ്പി, ഊർജ്ജ സംരക്ഷണ യാത്ര, സാംസ്കാരിക യാത്ര, ഹരിതകർമാംഗങ്ങൾക്ക് ആദരം, ജീവിതശൈലി രോഗങ്ങൾ ക്ലാസ്, സ്നേഹാങ്കണം തുടങ്ങി നിരവധി പരിപാടികൾ ക്യാമ്പിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
ഷൊർണൂർ സെന്റ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 1 വരെ സെന്റ് തെരേസ് LP സ്കൂളിലാണ് സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മല ഭദ്രദീപം തെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സണുള്ള ഉപഹാരം ചടങ്ങിൽ സമ്മാനിച്ചു. വാർഡ് കൗൺസിലർ മുഹമ്മദ് ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജിദ, MR മുരളി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഡോക്ടർ ജിജി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ പ്രസന്ന, മറിയ റജി, പ്രിൻസിപ്പാൾ ഡി സിമി, സിസ്റ്റർ മറിയ റജി, കൃഷ്ണപ്രകാശ്, ശ്രീഹരി, ഹരിത, മറിയ ബെല്ല, സിസ്റ്റർ ജസ്റ്റ, രാജി വർഗീസ്, മാത്യു, സൂസി, ധന്യ ലക്ഷ്മണൻ, VS സുദേശ്, കവിതാ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അൽഫോൺസ് സെബാസ്റ്റ്യൻ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. തുടർന്ന് ടൗണിലേക്ക് വിളംബര ഘോഷയാത്രയുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭൗതിക ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. സപ്താഹത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. നൂറുകണക്കിന് സ്ത്രീകൾ ഘോഷയാത്രയിൽ അണിനിരന്നു. തുടർന്ന് തിരുവാതിരക്കളിയും നടന്നു. കോഴിമാമ്പറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണൻ നമ്പൂതിരി, സപ്താഹ സ്ഥാപക ട്രസ്റ്റി PC കൃഷ്ണരാജൻ രാജ, ക്ഷേത്രം ഭാരവാഹികളായ C പ്രേമലത, M സുകന്യ, KK ശങ്കരനാരായൺ എന്നിവർ നേതൃത്വം നൽകി. അത് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകുന്നത് ശിശുപാലനിലേക്കാണ്. ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ശിശും ബാലയതി ശിശുപാല. അധിക പേരും ലോകത്തെ ശിശുപാലന്മാരാ. കുടുംബം കുട്ടളും ഇത് മാത്രം, വേറൊരു ചിന്തയില്ല. താൻ എൻ്റെ ഭാര്യ, കുട്ടി, കുട്ടി ഭാര്യ, ഭാര്യ കുട്ടി, സമ്പത്ത്, കുറേ കാശുണ്ടാക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ സുഖം. പൊട്ടക്കിണറ്റിൽ തവളയെ പോലെ. തവളയുടെ വിചാരം ഏറ്റവും വലിയ സുഖം പാറ്റയെ പിടിക്കുകയെന്നാണ്. അത് ഈ പൊട്ടക്കിണറിലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. പരമ്പരയായിട്ട് പൊട്ടക്കിണറിലാണേ. അപ്പോൾ അതിൻ്റെ വിചാരം എന്താ വെച്ചാൽ തന്നെയാണ് രാജധാനി, ഇതിൽ വലുതൊന്നും ഇല്ലയെന്ന്. അത് സമുദ്രം കണ്ടിട്ടില്ല. സമുദ്രം കണ്ടതാരാ? ഭാഗവതം വായിച്ചവരാ. അവരാ സമുദ്രം കാണുമ്പോൾ ഈശ്വരൻ എത്ര വിശാലമായിട്ടുള്ളൊരു സമുദ്രം ഇരിക്കുമ്പോൾ ഞാൻ ഇത്രയും കാലം ആ പൊട്ടക്കിണറ്റിൽ കഷ്ടം തന്നെ. കുറച്ച് നേരത്തെ ഈ സമുദ്രത്തിൽ ഇറങ്ങേണ്ടതായിരുന്നു അല്ലേ? അല്ല ഇപ്പം ചിന്തിക്കുന്നത്. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്തെ ബാലഭദ്ര ദേവി ക്ഷേത്രം ശ്രീഭദ്ര മാതൃസമിതി നഗരസഭാ ചെയർപേഴ്സൺ പി നിർമ്മലയ്ക്ക് സ്വീകരണം നൽകി. മാതൃസമിതി സെക്രട്ടറി രാജി പൂച്ചെണ്ട് നൽകി ആദരിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിലായിരുന്നു സ്വീകരണ ചടങ്ങ് ഒരുക്കിയത്. ശ്രീഭദ്ര മാതൃസമിതി അംഗങ്ങളും പ്രദേശവാസികളും പങ്കെടുത്തു. ഇനി മാറ്റിൽ കാണാം. LDF സർക്കാർ നടപ്പാക്കാനൊരുങ്ങുന്ന നേറ്റിവിറ്റി കാർഡ് സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്നതിനിടെയുള്ള രാഷ്ട്രീയ നീക്കമാണ് നേറ്റിവിറ്റി കാർഡെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേറ്റിവിറ്റി കാർഡിൻ്റെ ആവശ്യമുണ്ടോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന നേറ്റിവിറ്റി കാർഡ് പിണറായി സർക്കാരിലൂടെ കേരളത്തിൽ നിന്നും LDF സർക്കാരിനെ തന്നെ ഇല്ലാതെയാക്കും എന്നുള്ള ഭയത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ളതാണ്. PM ശ്രീയിലൂടെയും VC നിയമനത്തിലൂടെയും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ ജനദ്രോഹ നയങ്ങൾക്കും കൈയടിച്ച് പ്രോത്സാഹനം നൽകുന്ന പിണറായി സർക്കാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം എതിരാണെന്ന് കണ്ടെത്തിയപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ കൂടെ നിർത്താനുള്ള രാഷ്ട്രീയ തന്ത്രം മാത്രമായാണ് പൊതുജനം ഇതിനെ വിലയിരുത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു നേറ്റിവിറ്റി കാർഡ് ഇറക്കാൻ ശ്രമിക്കുന്നത് തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിപരീത ഉപദേശത്തിൻ്റെ പ്രതിഫലനമാണ്. ഒരിക്കലും നടപ്പിലാവാത്ത നേറ്റിവിറ്റി കാർഡിനെ പൂർണ്ണമായും ഞങ്ങൾ എതിർക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് പുതിയ അധ്യക്ഷരും ഉപാധ്യക്ഷരുമായി. LDFിലെ TM ശശി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വാഴാണി ഡിവിഷനിൽ നിന്ന് വിജയിച്ച LDFിലെ മേരി തോമസ് ചുമതലയേറ്റു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുത്തു. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ K സുരേഷും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ AP രാമദാസ് മാസ്റ്ററും ചുമതലയേറ്റു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ അപ്രതീക്ഷിതമായി UDF
LDF-നും UDF-നും തുല്യ സീറ്റുള്ള പഞ്ചായത്തിൽ ഒരു LDF അംഗം UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് പ്രസിഡന്റ് സ്ഥാനം. SDPI പിന്തുണയോടെ കാൽനൂറ്റാണ്ട് LDF ഭരിച്ച ചോപ്പന്നൂർ പഞ്ചായത്തിൽ കോൺഗ്രസിന് ഭരണം. പെരുങ്ങോട്ട് കുറിശി പിടിച്ച് ഇടതുപക്ഷം. നറുക്കെടുപ്പിൽ കോട്ടായിലും പറളിയിലും പ്രസിഡന്റ് സ്ഥാനം LDF-ന്. മാത്തൂരിൽ ഭാഗ്യം തുണച്ചത് UDF-ന്. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസുകാരിയായി തുടരുമെന്ന് തൃശൂർ കോർപ്പറേഷൻ UDF കൗൺസിലർ ലാലി ജെയിംസ്. മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി ഫണ്ട് ആവശ്യപ്പെട്ടെന്ന് ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. സസ്പെൻഷൻ പിൻവലിക്കാൻ നേതൃത്വത്തോടെ അഭ്യർത്ഥിക്കില്ലെന്നും ലാലി ജെയിംസ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സ്റ്റേഷനിലെത്തിയ എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന 9 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് പിടികൂടിയത് റെയിൽവേ പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ. പൗരാണിക ഘടനയിൽ നിന്നുകൊണ്ട് നൃത്തരൂപങ്ങൾ വർത്തമാനകാലത്തിൻ്റെ കഥ പറഞ്ഞാലും ആസ്വാദകർ സ്വീകരിക്കുമെന്ന് മോഹിനിയാട്ടം നർത്തകി പി സുകന്യ. പരിസ്ഥിതി ബോധമുണർത്തുന്നതിൽ കലയ്ക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് നർത്തകി അങ്കമാലി വിജയലക്ഷ്മി. പ്രതികരണങ്ങൾ പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.